ഹായ് എല്ലാവർക്കും നമ്മുടെ ട്രിക്ടൈൻ്റെ യൂട്യൂബ് കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. നമ്മുടെ ആദ്യ ചോദ്യം പ്രവേശിക്കുന്നു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ എക്സിബിഷൻ ഹാൾ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുന്നു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ എക്സിബിഷൻ ഹാൾ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തു എന്ന് ചോദിച്ചാൽ ഷാജി എൻ കരുണാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാൾ കൂടിയാണ് ഷാജി എൻ കരുൺ. അദ്ദേഹം അന്തരിച്ചായിരുന്നു 2025 അല്ലെ. 2025 ഏപ്രിൽ മാസം 28 ഷാജി എൻ കരുൺ എന്ത് ചെയ്യാണ്, അന്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ കൂടിയായിരുന്നു പിറവി അല്ലെ, പിറവി, മറ്റൊന്നെന്താ സ്വം അല്ലെ. കാൻ ചലച്ചിത്രമേളയിൽ നോമിനേഷന് പോയ ആദ്യ മലയാള ചിത്രം കൂടിയാണ് സ്വം എന്ന് പറയുന്ന ഒരു ചിത്രം. ഇത് ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്തു. അതിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു സാധനമുണ്ട്, അദ്ദേഹത്തിന്റെ വാനപ്രസ്ഥം അല്ലെ. വാനപ്രസ്ഥം സിനിമ എന്താ പ്രത്യേകത? മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് വാനപ്രസ്ഥം. സംവിധാനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഷാജി എൻ കരുണാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇനി മുതൽ നമ്മൾ എന്ത് കൊണ്ടുവരാൻ പോവുകയാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ എക്സിബിഷൻ ഹാൾ വരാൻ പോകുന്നു. ഷാജി എൻ കരുണിന്റെ പേരിലാണ്. നോക്കി വെച്ചോളുക, തെറ്റരുതേ. ഓക്കെ, അടുത്ത ചോദ്യം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവൽ പുറത്തിറങ്ങിയതിന്റെ എത്രാം വാർഷികമാണ് 2026 പൂർത്തിയായത് എന്നുള്ളതാണ്. അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവല് 1976 പുറത്തിറങ്ങിയ ഒരു പ്രധാന നോവലായിരുന്നു അഗ്നിസാക്ഷി. 1977 വയലാർ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരങ്ങളെല്ലാം ലഭിച്ച ഒരു പ്രധാന കൃതിയും കൂടിയാണ് അഗ്നിസാക്ഷി. PSC ഒത്തിരി തവണ ചോദിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയും കൂടിയാണ് അല്ലെ. അതിൽ പരാമർശിക്കുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതിയും കൂടിയാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതി. അത് എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലളിതാംബിക അന്തർജനമാണ്. ആ കൃതിയുടെ എത്രാം വാർഷികമായിരുന്നു നമ്മൾ 2026 ആചരിച്ചു എന്ന് ചോദിച്ചാൽ 50-ാം വാർഷികമാണ് നമ്മൾ 2026 ആചരിച്ചത്. 50-ാം വാർഷികമാണ്. ഒന്ന് നോക്കി വെച്ചോളണേ. അടുത്ത ചോദ്യം നോക്കാമല്ലോ. സർക്കാർ സ്വത്തുക്കളുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ മാനേജ്മെന്റിനായി സമ്പത്ത് എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം, സമ്പത്ത് എന്ന് പറഞ്ഞൊരു പോർട്ടൽ ആരംഭിച്ചു. അതായത് നമ്മുടെ എന്താ പറയാനായിട്ട് പൊതുഭൂമി അല്ലേ, പൊതുഭൂമികള്, നമ്മുടെ റോഡുകള് അല്ലേ, പിന്നെ വരുന്ന ഈ കെട്ടിടങ്ങള്, ഇതെല്ലാം ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു പോർട്ടൽ ഉൾപ്പെടുത്താനായിട്ട് ഏതൊക്കെയുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നൊരു സമ്പത്ത എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടൽ ആരംഭിച്ചു. അങ്ങനെ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. നോക്കി വെച്ചോളുക, കേരളമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. ഇപ്രാവശ്യത്തെ നമ്മുടെ 16ാമത് കേരള നിയമസഭയിൽ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഒരു കാര്യമാണ്, അത് പ്രവർത്തന സജ്ജമാക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യം നോക്കാം. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സ്ത്രീ സൗഹൃദവും സുരക്ഷിതത്വവും ആക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ അടുത്തിടെ ആരംഭിച്ച പുതിയ പദ്ധതി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രീൻ മാർഷൽ പദ്ധതി എന്നാണ്. പദ്ധതിയുടെ പേരെന്താണ്? ഗ്രീൻ മാർഷൽ പദ്ധതിയാണ് അല്ലെ. അത് ഏത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കേരള ടൂറിസമാണ്. കേരള ടൂറിസമാണ് അല്ലെ. കേരള ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി വരുന്നത്. സോ ആ പദ്ധതിയുടെ പേര് ചോദിക്കണം എന്താണ്? ഗ്രീൻ മാർഷൽ പദ്ധതി എന്നുള്ളതാണ്. ബജറ്റ് VD സതീശൻ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു ഗ്രീൻ മാർഷൽ പദ്ധതി. ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ? നിലവിൽ PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥാണ് എന്ത് കൈകാര്യം ചെയ്യുന്നു? ടൂറിസം വകുപ്പ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചോദിച്ചാൽ ആരാണ്? PC വിഷ്ണുനാഥാണ്. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു. ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസർ വീണ്ടും വരുന്നതിന്റെ കാരണം കണ്ടെത്തിയ സ്ഥാപനം. ലോകത്തിന് ആദ്യമായിട്ട് ക്യാൻസർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ക്യാൻസർ കോശങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊരു റിസർച്ച് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ അത് കണ്ടെത്തി എന്നുള്ളതായിരുന്നു. ഒരു വ്യക്തിയുടെ പേര് ടെസ്സി തോമസ് എന്നാണ്. കേട്ടോ, ടെസ്സി തോമസ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതല്ല, ഇത് വേറെ ടെസ്സി തോമസ് ആണ്. മറ്റൊന്ന് രേഷ്മ രാജ്.
ടെസി തോമസും രേഷ്മ രാജും അതിൻ്റെ ഒരു സമഗ്ര പഠനം നടത്തി എവിടെ വെച്ച് നടത്തിയിരിക്കുന്നു? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ? ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസർ വീണ്ടും വരുന്നതിന്റെ കാരണം കണ്ടെത്തിയ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ഇതിന്റെ ആസ്ഥാനം എവിടത്തെയായിരുന്നു? തിരുവനന്തപുരമാണ് ആസ്ഥാനം വരുന്നത്. തിരുവനന്തപുരമാണ്. അതും എന്ത് ചെയ്യുന്ന നോട്ട് ചെയ്ത് വെച്ചോളുക. അതിന് നേതൃത്വം നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വനിതകൾ ടെസി തോമസ്, മറ്റൊന്ന് രേഷ്മ രാജാണ്. ടെസി തോമസും രേഷ്മ രാജുമാണ് അതിന് പ്രധാനമായിട്ടും എന്ത് ചെയ്തത്? നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട മഴയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിൽ 2026 ഓഗസ്റ്റിൽ കാലവർഷക്കെടുതികൾ സൃഷ്ടിച്ച മഴയിൽ സ്വാധീനം ചെലുത്തിയ ചുഴലിക്കാറ്റിന് നമ്മൾ നൽകിയിരിക്കുന്ന പേരെന്താണ്? ഡോൾഫിൻ എന്നാണ്, അല്ലേ? ഡോൾഫിൻ ചുഴലിക്കാറ്റാണ് നമുക്ക് ഇപ്രാവശ്യം, അല്ലേ? മഴയും കാറ്റും ഒക്കെ കൂടി നമുക്ക് ഒട്ടനവധി നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. വെള്ളപ്പൊക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. സോ ചുഴലിക്കാറ്റ് ഡോൾഫിൻ എന്നാണ്, മറന്നുപോകരുത്. ഡോൾഫിൻ ചുഴലിക്കാറ്റാണ്. ഒന്ന് നോക്കി വെച്ചോളണേ. ദക്ഷിണ റെയിൽവേയുടെ ആദ്യ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണ റെയിൽവേയുടെ, അല്ലെ? നമുക്കറിയാം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ചെന്നൈയാണ്, അല്ലെ? സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ചെന്നൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ ചോദിച്ചു കഴിഞ്ഞാലും ചെന്നൈ റെയിൽവേ സോണാണ് ആദ്യം വരുന്നത്. സതേൺ റെയിൽവേയാണ് ആസ്ഥാനം, ചെന്നൈയാണ്. ആ ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം എവിടെ സ്ഥാപിതമാവുമെന്ന് ചോദിച്ചാൽ എവിടെ സ്ഥാപിതമാവുന്നു? ഷൊർണൂർ. നമ്മളെ സംബന്ധിച്ച് ഷൊർണൂർ നമുക്കറിയാം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് ഷൊർണൂർ വരുന്നത്. പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ള കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലാണ്. ഏറ്റവും കൂടുതൽ റെയിൽവേ പ്ലാറ്റ്ഫോംസ് വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കൊല്ലത്താണ്. മാറിപ്പോരുത്. നീളം കൂടിയത് കൊല്ലത്താണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ഷൊർണൂരിലാണ്. മാറിപ്പോരുത്. ഇവിടുത്തെ ചോദ്യം എന്താ? ദക്ഷിണ റെയിൽവേയുടെ ആദ്യ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഷൊർണൂർ. ഷൊർണൂർ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, അല്ലേ? കേരളത്തിലെ ആദ്യ സംഘടിത നിലക്കടല ഗ്രാമമാകാൻ ഒരുങ്ങുന്ന പഞ്ചായത്ത് ഏത് എന്നുള്ളതാണ്, അല്ലേ? നമ്മളൊക്കെ ഒരുപക്ഷെ വൈകുന്നേരം യാത്രാവേളകളിൽ എവിടെയെങ്കിലും പോകുന്നൊരു സമയത്ത്, അല്ലേ, നിലക്കടലയൊക്കെ നമുക്ക് അങ്ങനെ വറുത്തങ്ങനെ കിട്ടും. ഇതാ നോക്കിക്കോ, ചിലപ്പോൾ ഈ നിലക്കടലയിലൊക്കെ എന്ത് പറയും, ചെറിയൊരു പുളിപ്പ് നമുക്ക് ഫീൽ ചെയ്യാം, അല്ലേ? പുളിപ്പ്, അല്ലേ? ഇതാ അങ്ങനെ നോക്കിക്കോ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാകാൻ ഒരുങ്ങുന്ന പഞ്ചായത്ത് ചോദ്യങ്ങളിൽ ഏലപ്പുള്ളിയാണ് പിള്ളേരെ. ഏലപ്പുള്ളി, പുളിപ്പൊക്കെ നമുക്ക് തോന്നും. ഏലപ്പുള്ളി ഏത് ജില്ലയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ്. ഏലപ്പുള്ളി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് ഏലപ്പുള്ളി. എന്താണ് പ്രത്യേകത? നിലക്കടല ഗ്രാമമാണ് ഏലപ്പുള്ളി. നിലക്കടല ഗ്രാമമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ഓഗസ്റ്റിൽ ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോകമത പാർലമെന്റ് നടക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനാണ്. ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്, അല്ലേ? ഇപ്രാവശ്യം ശ്രീനാരായണ ഗുരുവിന് വേണ്ടിയിട്ട് പ്രത്യേക സ്മാരകം ഈ ബഡ്ജറ്റിൽ എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്? ഡൽഹിയിലാണ്. അതും ചോദിക്കാം. ആലുവ സർവമത സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആലുവ സർവമത സമ്മേളനം നിങ്ങൾ എന്താ പറയുന്നത്, കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. നവോത്ഥാന നായകന്മാരെ പഠിക്കുമ്പോഴും നിങ്ങൾ ആലുവ സർവമത സമ്മേളനം നിങ്ങൾ പഠിക്കും. 1924 ആലുവ സർവമത സമ്മേളനം, അല്ലേ? അതിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക പാർലമെന്റ് നടക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ എവിടെ നടക്കുന്നു? ജപ്പാനിലാണ് നടക്കുന്നത്. എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ എവിടെ നടക്കുന്നു? ജപ്പാനിലാണ്. മാറിപ്പോരുത്, ജപ്പാനിലാണ്. ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോകമത പാർലമെന്റ് നടക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ആലുവ സർവമത സമ്മേളനം മറക്കരുത്, 1924 ഒരു ആപ്ലിക്കേഷനാണ്. എന്താ? ഭാഗ്യക്കുറി ഫലം അറിയുന്നതിനായിട്ട് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ ചോദിച്ചാൽ കേരള ലോട്ടറി ഒഫീഷ്യൽ എന്നുള്ളതാണ്, അല്ലേ? സംസ്ഥാന ഭാഗ്യക്കുറി, അല്ലേ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോകുന്ന സമയത്തായിരിക്കും ആരെങ്കിലൊക്കെ വന്ന് ഒരു ലോട്ടറി എടുക്കട്ടെ, അല്ലേ, എന്നൊക്കെ പറയും, അല്ലെ? ആവേശം കൊണ്ടൊക്കെ നമ്മൾ എടുക്കും. എടുത്തത് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് നമ്മൾ അടിക്കുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ നല്ല സമയം എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറമാണ്. ആ നമ്പറിന്റെ 7 അയലത്ത് കൂടി പോയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇതാ വന്നിരിക്കുന്നു, അടിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ?
ആ ലോട്ടറി അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരുപാട് പേർക്ക് നമ്മൾ എടുക്കുന്ന ലോട്ടറി ഒരാൾക്കൊരു സഹായം കൂടിയാണ് എന്നുള്ളതാണ്. നമ്മൾ അതൊക്കെ കൂടി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുക. അപ്പൊ ഭാഗ്യക്കുറി ഫലം അറിയുന്നതിനായിട്ട് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചാൽ കേരള ലോട്ടറി ഒഫീഷ്യൽ എന്നാണ് ആ പേര്. കേരള ലോട്ടറി ഒഫീഷ്യൽ എന്നാണ്. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു. ചോദ്യം ഇതാ: 2026 ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം VBG റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ, അതാണ് VBG റാംജി. തൊഴിൽ ദിനത്തിൽ മുന്നിലുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലമാണ്, അല്ലെ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു, നമ്മൾ ഇത് പഠിച്ചത് കൂടിയാണ്, PS ചോദിച്ചതാണ്, അല്ലെ? എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്? 2025 ഡിസംബർ മാസം 21-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഔദ്യോഗികമായിട്ട് വരുന്നത് 2026 ജൂലൈ മാസം 1-ാം തീയതി വന്നു എന്ന് നമ്മൾ പഠിച്ചു. ജൂലൈയിലെ CA നമ്മൾ പഠിച്ചു. ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് 2026 ജൂലൈ മാസം 2-ാം തീയതിയാണ്. ആര് ഉദ്ഘാടനം ചെയ്തു? ശിവരാജ് സിംഗ്, അല്ലെ? ശിവരാജ് സിംഗ് ചൗഹാൻ ഉദ്ഘാടനം ചെയ്തു. എവിടെ ഉദ്ഘാടനം ചെയ്തു? ആന്ധ്രാപ്രദേശിലാണ്. എന്റെ ചോദ്യം, ആന്ധ്രാപ്രദേശിലെ ഏത് ഗ്രാമം എന്നാണ്? മിക്കവാറും നമ്മുടെ ക്ലാസ്സിന് ഇരുന്നവർക്ക് ആ ഗ്രാമം വരെ കിട്ടാനുള്ള കോഡ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് കമന്റ് ചെയ്തേക്കുക. മിക്കവാറും നമ്മളൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വകുപ്പ് ഞാൻ പറഞ്ഞായിരുന്നു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ, അല്ലെ, ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെ, ആ സ്ഥലം നമുക്ക് കിട്ടേണ്ടതാണ് എന്നുള്ളതാണ്. ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ആന്ധ്രാപ്രദേശിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേക്കുക. നിലവിൽ എത്രയാണ് കേരളത്തിന്റെ തൊഴിലുറപ്പ് വേതനം ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ എത്ര? 401 രൂപയാണ് കേരളത്തിന്റെ തൊഴിലുറപ്പ് വേതനം. ചോദിക്കുന്നത് എത്രയാണ്? 401 രൂപയാണ്. അടുത്ത ചോദ്യത്തിലൂടെ പ്രവേശിക്കുന്നു. നമ്മുടെ അടുത്ത ചോദ്യം ഒരു ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ നോക്കിക്കോ. കേരളത്തിൽ സ്വർണ്ണ വ്യാപാര മേഖലയെ ലക്ഷ്യമിട്ട് സംസ്ഥാന GST ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ. പക്ഷെ ഒന്നുകൂടി വായിക്കുന്നു. കേരളത്തിൽ സ്വർണ്ണ വ്യാപാര മേഖലയെ ലക്ഷ്യമിട്ട് സംസ്ഥാന GST ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഔറം എന്നുള്ളതാണ് പിള്ളേരെ. ഓപ്പറേഷൻ ഔറം നല്ല ചോദ്യമാണ്, ചോദിക്കാന്നുള്ള നല്ലൊരു ചോദ്യമാണ്. ഓപ്പറേഷൻ ഔറം എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്വർണ്ണ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 78 കോടിയിൽ പരം എന്ത് ചെയ്യുന്നു? അല്ലാണ്ട് കള്ളപ്പണങ്ങളും കാര്യങ്ങളും സ്വർണ്ണങ്ങളൊക്കെ എന്ത് ചെയ്തു? പൊക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ ഔറം നോക്കി വെച്ചോളുക. അത് എവിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? അത് കേരളമാണ് എന്നുള്ളതാണ്. അടുത്ത നോക്കിയോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഏത് സ്ഥാപനവുമായി സഹകരിച്ചാണ് എന്നുള്ളതാണ്, അല്ലെ? നമ്മളെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ ഏത് സ്ഥാപനവുമായിട്ട് സഹകരിച്ചു എന്ന് ചോദിച്ചാൽ അത് IIT രൂപാർ ആണ്. IIT രൂപാർ ഏത് സ്റ്റേറ്റിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബിലാണ് IIT രൂപാർ ഉള്ളത്. പഞ്ചാബിലാണ്. ആ IIT രൂപാറുമായി സഹകരിച്ചാണ് നമ്മൾ എന്ത് നടപ്പിലാക്കുന്നു? നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരാൻ പോകുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമഗ്ര ജെനറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ജെനറ്റിക് ഡേറ്റാ സെന്റർ കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്ഥാപിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. ആരോഗ്യ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമായിട്ട് സമഗ്ര ജെനറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നു. കേരളത്തിലാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. രാജ്യത്തെ ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ, അല്ലെ? നമ്മൾ മുന്നേ ഇത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇത് പുറത്തിറങ്ങിയിരിക്കുന്നു പൂർണ്ണമായിട്ടും സജ്ജമായിട്ട്, അല്ലെ? ഒറ്റ ഡോസ് വാക്സിൻ കൂടിയാണ്, അല്ലെ? ക്യൂഡെങ്ക എന്ന് പറയുന്ന ഒരു വാക്സിൻ ഡെങ്കിപ്പനി വാക്സിനാണ്. ഒറ്റ ഡോസ് വാക്സിനാണ്. 4 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഈ വാക്സിൻ ഹൈദരാബാദിലെ ഒരു സ്ഥാപനവും ഒപ്പം ജാപ്പനീസ് മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ, അല്ലെ, ഡാക്കഡെ അവയുമായിട്ട് ഇന്ത്യയിൽ ഹൈദരാബാദ് ആസ്ഥാനമായ ബയോളജിക്കൽ ഫാർമസിയുമായി ചേർന്നാണ്
ഇതിന്റെ ഉൽപാദനം എന്ന് പറഞ്ഞിരിക്കുന്നു. ക്യൂഡെങ്കിൽ ചോദിക്കും. LP-UPക്കൊക്കെ നമ്മളോട് ചോദിക്കും. ഇങ്ങനത്തെ ബയോളജി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? LP-UPക്കൊക്കെ നമ്മളോട് ചോദിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യൂഡെങ്കയാണ്. അത് നമ്മൾ ഏത് രാജ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നു ഉൽപാദനം സഹകരിച്ചു പോകുന്നു? അത് ജപ്പാനുമായിട്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യുമെന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത ചോദ്യം എന്താ പിടിച്ചോ? 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി യുവാക്കളെ ലഹരി വിമുക്തരാക്കാൻ പ്രധാനമന്ത്രി അടുത്തിടെ ആരംഭിച്ച 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ 2047 കൂടി അല്ലെ നമ്മളുടെ കേരള സർക്കാർ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തൂഫാൻ അല്ലെ. ഇപ്പൊ എന്താ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നമ്മളിതാ ഓഗസ്റ്റ് മാസം 17 മുതൽ നമ്മളൊരു ബാച്ചും ആരംഭിക്കാൻ പോകുന്നു. കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ സമഗ്രമായി അല്ലെ അതിന് യുവാക്കളെ കൊണ്ടുവരാനായിട്ട് പൂർണ്ണമായിട്ടും അവരെ ലഹരിയിൽ നിന്നും വിമുക്തമാക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ആ ക്യാമ്പയിന്റെ പേരാണ് നശാമുക്ത് യുവാ ഫോർ. നശാമുക്ത് യുവാ ഫോർ അല്ലെ. നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ അല്ലെ. നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് അല്ലെ. വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ എന്നാണ് അതിന്റെ പേര്. നോക്കി വെച്ചോളുക. ചോദിച്ചാൽ നമ്മൾ എഴുതുക. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. യേൽ സർവകലാശാല അമേരിക്കയിലാണ്. അമേരിക്കയിലെ യേൽ സർവകലാശാല പുറത്തിറക്കിയ 2026 പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നോക്കൂ. 177 രാജ്യങ്ങളുടെ റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോൾ ഇന്ത്യയുടെ റാങ്ക് ചോദിക്കുകയാണെങ്കിൽ 176 177 രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്തിറക്കിയപ്പോൾ ഇന്ത്യയുടെ റാങ്ക് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 176. 77 രാജ്യങ്ങളുടെ റിപ്പോർട്ട് പുറത്തിറക്കി ഇന്ത്യയുടെ റാങ്ക് 176. വളരെ മോശമാണ്. ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ പലരും എന്ത് ചെയ്യുന്നു? ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം അങ്ങോട്ട് നമ്മളൊക്കെ വലിച്ചെറിയുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. 177ാമത്തെ രാജ്യം ചോദിക്കണമെങ്കിൽ ലാവോസ് ആണ്. ലാവോസ് 177ാമത്തെ രാജ്യം ചോദിച്ചാൽ ലാവോസ്. ഒന്നാമത്തെ രാജ്യം ഇതിൽ ഒന്നാം റാങ്ക് നിൽക്കുന്നത് എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യമാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചോദിക്കണമെങ്കിൽ ഏതാണ്? എസ്റ്റോണിയ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. എസ്റ്റോണിയാണ്. 177ാമത്തെ രാജ്യം ഏതാണ്? ലാവോസ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 176. ഇന്ത്യയുടെ സ്ഥാനം മാറിപ്പോരുത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടായിക് പദ്ധതികൾ, എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്നിവ വികസിപ്പിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്രം അംഗീകാരം നൽകിയ പദ്ധതി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി വായിക്കുന്നു. ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടായിക് പദ്ധതികൾ, എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്നിവ വികസിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ കേന്ദ്രം അംഗീകാരം നൽകിയ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന. സൂര്യ സരോവർ യോജന അല്ലെ. സൂര്യനിൽ നിന്നാണ് നമ്മൾ സോളാർ പദ്ധതി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു എന്ന് അല്ലെ. സൂര്യ സരോവർ യോജന അല്ലെ. സരോവർ അല്ലെ നദിയിലാണ്. ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ആ പദ്ധതിയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. ഇനി 1-2 നിയമനങ്ങളാണ്. നമുക്ക് നിയമനങ്ങളോട് പ്രവേശിക്കാം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായ മലയാളി ആര് എന്നുള്ളതാണ്. ഒരു ചെയർമാനായ മലയാളി ഡിഗ്രി ലെവലൊക്കെ നമ്മളോട് ചോദിക്കാം. നിലവിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ AK ബാലസുബ്രഹ്മണ്യൻ. ആ വ്യക്തിയുടെ പേര് നോക്കി വെച്ചോളുക. AK ബാലസുബ്രഹ്മണ്യനാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ AK ബാലസുബ്രഹ്മണ്യനാണ്. നോക്കി വെച്ചോളുക. അതേ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ ചോദിക്കുകയാണെങ്കിൽ വൈസ് അഡ്മിറൽ AN പ്രമോദാണ് പിള്ളരെ. വൈസ് അഡ്മിറൽ AN പ്രമോദാണ് നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ ചോദിച്ചു കഴിഞ്ഞാൽ AN പ്രമോദാണ് അല്ലെ. നിലവിൽ ആരാണ്? എയർ മാർഷൽ അല്ലെ. നമ്മുടെ എയർഫോഴ്സിന്റെ നിലവിലെ മേധാവി ചോദിക്കുകയാണെങ്കിൽ അഡ്മിറൽ കൃഷ്ണസ്വാമിയാണ്. അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ് അല്ലെ. അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ അല്ലെ. എയർ മാർഷൽ അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ് അല്ലെ. നാവികസേനയുടെ എന്താ പറയുന്ന മേധാവി കൃഷ്ണസ്വാമിനാഥനാണ്.
വീണ്ടും ഒരു നിയമനം. 2026 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ വ്യക്തി വനിത ആര് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുന്നു. 2026 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിത ചോദിക്കുകയാണെങ്കിൽ വർഷ അശോക് അഗ്ലാവെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് വർഷ അശോക് അഗ്ലാവെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമിതനായിരിക്കുന്നത്. ഇതും നോട്ട് ചെയ്ത് വെച്ചോളുക. ഡിഗ്രി ലെവലിലൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരു പുരസ്കാരം നേടിയിരിക്കുന്നു, കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് പുരസ്കാരം നേടിയിരിക്കുന്നു അല്ലെ. അതുമായി ബന്ധപ്പെട്ട് വിക്രം സാരാഭായി മെഡൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നുള്ളതാണ് അല്ലെ. ചോദ്യം വായിക്കാം. 2026 ഓഗസ്റ്റ് മാസം 3 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നടന്ന 46ാമത് കോസ്പ്ര സയന്റിഫിക് അസംബ്ലിയിൽ 2026 അഭിമാനകരമായിരിക്കുന്ന നോക്കിക്കോ, ഈ കോസ്പ്ര എന്ന് പറയുന്നത് നോക്കൂ, കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് എന്നുള്ളതാണ്. കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് അതിൽ വിക്രം സാരാഭായ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ പ്രൊഫസർ അന്നപൂർണി സുബ്രഹ്മണ്യമാണ്. പ്രൊഫസർ അന്നപൂർണി സുബ്രഹ്മണ്യം അല്ലെ, നമ്മുടെ VSSCയിലെ ഒരു പ്രധാന മേധാവിയായിരിക്കുന്ന പ്രൊഫസർ അന്നപൂർണി സുബ്രഹ്മണ്യമാണ് ഈ പുരസ്കാരം നേടിയിരിക്കുന്നു. കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത, ആദ്യ വനിതയും കൂടിയാണ് ഈ വ്യക്തി എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം. ഒരു പ്രൊഫസറാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസറായ വ്യക്തി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസറായിരിക്കുന്ന വ്യക്തി നഥാൻ തോമസ് ആണ് അല്ലെ. പുള്ളിക്ക് 19 വയസ്സായുള്ളൂ. നഥാൻ തോമസിന് നോക്കൂ, 19ാമത്തെ വയസ്സിൽ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി. പുള്ളി നഥാൻ തോമസ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ പ്രൊഫസറായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ 101ാമത്തെ തണ്ണീർത്തടം. നമ്മൾ 100 വരെ പഠിച്ച് ഓർമ്മയുണ്ടോ? 100ാമത്തെ തണ്ണീർത്തടം ചോദിക്കുകയാണെങ്കിൽ ജയപ്രകാശ് നാരായണൻ അല്ലെ. അത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇതാ 101 വന്നിരിക്കുന്നു. 101 ചോദിച്ചാൽ ഗ്ലോ തടാകമാണ്. അരുണാചൽ പ്രദേശിൽ നിന്നും ആദ്യത്തെ അല്ലെ റാംസർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർത്തടം കൂടിയാണ് ഗ്ലോ തടാകം. അരുണാചൽ പ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നു. അരുണാചൽ പ്രദേശിൽ നിന്നും ലോക തണ്ണീർത്തടങ്ങളുടെ ഇടങ്ങളിൽ അല്ലെ റാംസർ സൈറ്റിൽ ഇടം നേടിയ പ്രധാന അല്ലെങ്കിൽ ആദ്യ തണ്ണീർത്തടം ചോദിച്ചാലും ഗ്ലോ തടാകമാണ്. നോക്കി വെച്ചോളുക. റിസർവ് ബാങ്ക് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന വർഷം. അടുത്ത വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് വർഷമാണ് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ 2027. ഇനി 2026 ഓഗസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം RBIയുടെ റിപ്പോ നിരക്ക് ചോദിക്കുകയാണെങ്കിൽ 5.25% RBIയുടെ നിലവിലെ റിപ്പോ നിരക്ക് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 5.25% RBI റിപ്പോ നിരക്ക്. അതും വിട്ടുകളയരുത്. 5.25%. നോക്കിക്കോ, 2026 ഓഗസ്റ്റിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ. നമ്മൾ വീണ്ടും മധ്യദൂര ഒരു ബാലിസ്റ്റിക് മിസൈൽ ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ നിന്നും നമ്മൾ വിക്ഷേപിച്ചു. അതിന്റെ പേര് അഗ്നി 4 എന്നാണ്. അതിന്റെ പേര് അഗ്നി 4 ആണ് അല്ലെ. ഏകദേശം നമുക്ക് 4000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നാണ് അഗ്നി 4 പറഞ്ഞിരിക്കുന്നു. നമ്മൾ വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 4. വിജയകരമായി നമ്മൾ വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം വെരി ഇമ്പോർട്ടന്റ് ആണ്. 2026 ഓഗസ്റ്റിൽ ഏത് സംസ്ഥാനത്തെ അതിർത്തി മേഖലകളിലെ 27 സ്ഥലങ്ങൾക്കാണ് ഇന്ത്യ പേര് നൽകി എന്നുള്ളതാണ് അല്ലെ. ഈ 2026 നമ്മൾ ഈ ഓഗസ്റ്റ് മാസം അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങൾക്ക് നമ്മൾ പുതിയ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയ പേരുകൾ നൽകിയിരിക്കുന്നു. പക്ഷെ അംഗീകരിച്ചിട്ടില്ല? ചൈന അംഗീകരിച്ചിട്ടില്ല. ചൈന ഇപ്പോഴും അരുണാചൽ പ്രദേശ് നമ്മുടെ ഭാഗം എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. പക്ഷെ അതൊക്കെ മാറി നമ്മൾ അതിർത്തി കെട്ടി നമ്മൾ 27 എന്ത് ചെയ്യുന്നു, ആ സ്ഥലങ്ങൾക്ക് 27 പേരുകൾ നൽകിയിരിക്കുന്നു. അത് ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലാണ്. നോക്കി വെച്ചോളുക. അതേത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ 27 പ്രദേശങ്ങൾക്കാണ് ഇന്ത്യ പുതിയ പേര് നൽകി എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ്. മറക്കരുത്.
നൗറു, അങ്ങനെ നമ്മൾ അറിയുന്ന അല്ലെ ദ്വീപ് രാഷ്ട്രമായിരിക്കുന്ന നൗറു പുതിയ പേരുമായി വന്നിരിക്കുന്നു. പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൗറുവിന്റെ പുതിയ പേര് ചോദിക്കുകയാണെങ്കിൽ റിപ്പബ്ലിക് ഓഫ് നാവോറോ എന്നാണ്. നാവോറോ, റിപ്പബ്ലിക് ഓഫ് നാവോറോ എന്നാണ് നൗറുവിന്റെ പുതിയ പേര്. അത് കിട്ടും. നൗറു എന്ന് പറഞ്ഞ നാവോറോ അല്ലെ, നാവോറോ അല്ലെ, റിപ്പബ്ലിക് ഓഫ് നൗറുവിന്റെ പുതിയ പേര് എന്താണ്? നാവോറോ എന്നാക്കി. 2026 ഓഗസ്റ്റിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. ഒട്ടനവധി കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ആവശ്യം H5N1 എന്തുമാണ്? പക്ഷിപ്പനിയാണ് എന്ന് ചിന്തിക്കുക. H5N1 പക്ഷിപ്പനിയാണ്. 2026 ഓഗസ്റ്റിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അടുത്ത ചോദ്യം. ഇപ്രാവശ്യം നമുക്ക് പ്രധാനപ്പെട്ട ദിനങ്ങളാണ് അല്ലെ. 2026 നമ്മൾ ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് മാസം 6-ാം തീയതി നമ്മൾ എന്ത് ദിനമാണ്? ഹിരോഷിമ ദിനമാണ് അല്ലെ. 1945 ജപ്പാനിലെ ഹിരോഷിമയിൽ അല്ലെ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു ബോംബ് വർഷിച്ചു. ഓഗസ്റ്റ് 6 നമ്മൾ ഹിരോഷിമ ദിനമായിട്ടും ഓഗസ്റ്റ് മാസം 9-ാം തീയതി നമ്മൾ നാഗസാക്കി ദിനമായിട്ടും അല്ലെ. അതേ 45 ഓഗസ്റ്റ് മാസം 9-ാം തീയതി അമേരിക്ക ഫാറ്റ്മാൻ എന്ന് പറയുന്ന അല്ലെ, ഫാറ്റ്മാൻ എന്ന് പറയുന്ന അണുബോംബ് എവിടെ ഇട്ടു? നാഗസാക്കിയിൽ വിട്ടു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 നമ്മൾ നാഗസാക്കി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. 6, 9 ഒക്കെ എന്ത് ചെയ്യുക? നമ്മളൊന്ന് നോക്കി വെച്ചോളുക. ഈ വക ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു. ഓഗസ്റ്റ് മാസം 7-ാം തീയതി നമ്മൾ എന്ത് ദിനം അല്ലെ? ഓഗസ്റ്റ് 7 നമ്മൾ ദേശീയ അല്ലെ നാഷണൽ ജാവലിൻ ഡേ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വർണം കൊണ്ടുവരുന്നു. നീരജ് ചോപ്ര 2020 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് അത്ലറ്റിക്സിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിത്തരുന്നു. ആ ഓഗസ്റ്റ് 7 നമ്മൾ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. അന്ന് തന്നെയാണ് ദേശീയ കൈത്തറി ദിനം അല്ലെ. എന്നാണ് ദേശീയ കൈത്തറി ദിനം ചോദിക്കുകയാണെങ്കിലും അത് ഓഗസ്റ്റ് മാസം 7-ാം തീയതി നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ദേശീയ കൈത്തറി ദിനമായിട്ട് നമ്മൾ ഓഗസ്റ്റ് 7 നമ്മൾ ആചരിക്കുന്നു അല്ലെ. എന്ന് മുതലാണ് നമ്മൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്? 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ദിനമാണ് അല്ലെ. 2026 ഓഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ എത്രാം വാർഷികമാണ് അല്ലെ? ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് അല്ലെ. ഓഗസ്റ്റ് 8 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു. സോ എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ എത്രാം വാർഷികമാണ് ആചരിച്ചു എന്ന് ചോദിച്ചാൽ 84-ാം വാർഷികമാണ് നമ്മൾ ആചരിച്ചത്. 84-ാം വാർഷികമാണ് ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ 84-ാം വാർഷികമാണ് നമ്മൾ ആചരിച്ചു എന്നുള്ളതാണ്. രണ്ട് പ്രധാനപ്പെട്ട വിയോഗങ്ങളിൽ ഒന്ന് ജസ്റ്റിസ് മോഹൻ ലിബറാൻ കമ്മീഷൻ അല്ലെ. ലിബറാൻ കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അയോധ്യ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് ലിബറാൻ കമ്മീഷൻ വരുന്നു അല്ലെ. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച ബാബറി മസ്ജിദ് തകർത്ത കേസിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനിലെ നേതൃത്വം നൽകിയ ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബറാൻ ആണ്. മൻമോഹൻ സിംഗ് ലിബറാൻ അന്തരിച്ചു എന്നുള്ളതായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെ വിയോഗത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഫ്രാങ്കോ ബെരേസി എന്ന് പറയുന്നത്. ഫ്രാങ്കോ ബെരേസി ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസ താരമാണ്. ഫ്രാങ്കോ ബെരേസി അദ്ദേഹം എന്ത് ചെയ്യുന്നു? അന്തരിച്ചു. ഫ്രാങ്കോ ബെരേസി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. നോക്കി വെച്ചോളണേ. ഡിഗ്രി ലെവലിൽ നമുക്ക് ഈ വക ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വന്നിരിക്കുന്നു അടുത്ത ചോദ്യം. 2026 സ്ഥാപിതമായതിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ക്രിക്കറ്റ് സംഘടന അല്ലെ. 75-ാം വാർഷികം ആഘോഷിക്കുന്ന ക്രിക്കറ്റ് സംഘടന ചോദിക്കുകയാണെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നേതൃത്വം നൽകിയ വ്യക്തി അല്ലെ GV രാജയാണ് നേതൃത്വം നൽകുന്നു. PSC ഇതിന്റെ ആസ്ഥാനം ചോദിച്ചായിരുന്നു തിരുവനന്തപുരമാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് അല്ലെ. നിലവിൽ ഇതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ശ്രീജിത്ത് V നായർ ആണ് കേട്ടോ. ശ്രീജിത്ത് V നായർ.
കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീജിത്ത് വി നായരാണ്. നിലവിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിലവിലെ ചെയർമാൻ ശ്രീജിത്ത് വി നായരാണ്. എത്രാം വാർഷികമാണ് നമ്മൾ ആചരിച്ചത്? 75ാം വാർഷികമാണ് ആചരിച്ചിരിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട നമ്മളെ മെഡൽ നേട്ടങ്ങളും കാര്യങ്ങളുമാണ്. കോമൺവെൽത്ത് ഗെയിംസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ പ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. എങ്കിലും 1-2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ട് പോകുന്നു കോമൺവെൽത്ത് ഗെയിംസിൽ, അല്ലേ? 2026 നടന്ന 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 4ാം സ്ഥാനം. ഓക്കെ, ഇപ്പൊ സ്വർണം, വെള്ളി, വെങ്കലം ഞാൻ പറഞ്ഞുതരാം. 1ാം സ്ഥാനം ഓസ്ട്രേലിയയാണ്, 2ാം സ്ഥാനം ഇംഗ്ലണ്ട്, 3ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കാനഡയാണ്, അല്ലെ? നമ്മളിത് പഠിച്ചു. അല്ലെ, ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 4ാം സ്ഥാനമാണ്. ഇന്ത്യ എത്ര സ്വർണം? 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം ഉൾപ്പെടെ 39 മെഡലുകൾ ഇന്ത്യ നേടി എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 4ാം സ്ഥാനമാണ്. എത്ര സ്വർണം? 13 സ്വർണം. എത്ര വെള്ളി? 17. എത്ര വെങ്കലം? 9. 1ാം സ്ഥാനം ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനം, 2 ഇംഗ്ലണ്ട്, 3 കാനഡ. പക്ഷേ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കുക, അടുത്ത പ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്, അടുത്ത പ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇന്ത്യയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അടുത്ത പ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. നോക്കി വെച്ചോളുക. ഒരു ക്രിക്കറ്റ് താരം വന്നിരിക്കുന്നു, ആഗിബ് നബി എന്നാണ്, അല്ലെ? എന്താണ് പ്രത്യേകത? ജമ്മു കാശ്മീരിൽ നിന്നും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം. ജമ്മു കാശ്മീരിൽ നിന്നും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ എത്തുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ ആഗിബ് നബിയാണ്. ടെസ്റ്റ് ടീമിൽ പ്രവേശിക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? ആഗിബ് നബിയാണ്. ആഗിബ് നബി ഏത് കായികമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അങ്ങനെയും ചോദിക്കാം. വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചു മറ്റൊരു വനിത. ഡൂഡൈ ഫ്രാൻസ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി അടുത്തിടെ ചരിത്രം സൃഷ്ടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഹർഷിത ജാക്കർ ആണ്. ഹർഷിത ജാക്കർ ഡൂഡൈ ഫ്രാൻസ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിട്ട് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയും കൂടിയാണ് ഹർഷിത ജാക്കർ എന്ന് പറയുന്നത്. ക്ഷമിക്കുക, രാജസ്ഥാൻ സ്വദേശിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജസ്ഥാൻ സ്വദേശിയാണ് ഹർഷിത ജാക്കർ എന്നാണ് തോന്നുന്നത്. ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ, രാജസ്ഥാൻ സ്വദേശിയാണെന്നുള്ളത്. ഓക്കെ, ഒരു മലയാളി തിളക്കം സ്വന്തം റെക്കോർഡ് തന്നെ വീണ്ടും തിരുത്തി വന്നിരിക്കുന്നു, അല്ലേ? അണ്ടർ 20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഓട്ടത്തിൽ ഫൈനലിലെത്തിയ ആദ്യ മലയാളി. അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, അമേരിക്കയിൽ നടക്കുന്ന അണ്ടർ 20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ ഓട്ടത്തിൽ ഫൈനലിലെത്തിയ ആദ്യ മലയാളിയാണ് മുഹമ്മദ് അഷ്ഫഖാണ്. ഫൈനലിലെത്തിയ ആദ്യ മലയാളി മുഹമ്മദ് അഷ്ഫഖാണ്, അല്ലെ? എത്തുന്നത് സ്വന്തം റെക്കോർഡ് തിരുത്തി തന്നെയാണ്. 45.81 അല്ലെ എന്ന് പറയുന്ന ടൈം കൊണ്ട് അദ്ദേഹം ഓടിയെത്തിയിരിക്കുന്നു. 400 മീറ്റർ മെൻസ് 400 മീറ്ററിൽ അദ്ദേഹം ഓടിയെത്തിയിരിക്കുന്നു. ആരാണ്? മുഹമ്മദ് അഷ്ഫഖാണ്. ഒരുപക്ഷെ ഓടി അടുത്ത് നമുക്ക് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളോ ഏഷ്യൻ ഗെയിംസിലോ അല്ലെ ഒക്കെ സെറ്റ് ആവട്ടെ എന്നുള്ളതാണ്. മറ്റൊരു വനിത പി.വി. സിന്ധുവിനും ആരാ പിന്നെ നമ്മുടെ സൈന നെഹ്വാലിന് ശേഷം ഇനി അറിയപ്പെടാൻ പോകുന്ന നമ്മുടെ തങ്കത്തിലകം എന്നാണ് മാധ്യമങ്ങൾ. തങ്കത്തിലകമാണ് തൻവി എന്ന തങ്കത്തിലകം എന്നാണ് പറഞ്ഞിരിക്കുന്നു തൻവി ശർമ്മയെ. നോക്കാം. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം, അല്ലെ? തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ അത് തൻവി ശർമ്മയാണ്, അല്ലെ? തൻവി ശർമ്മ ആരെ പരാജയപ്പെടുത്തി? വിയറ്റ്നാമിനെ പരാജയപ്പെടുത്തി തൻവി ശർമ്മ ആ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. റെക്കോർഡുകൾ തിരുത്തപ്പെടേണ്ടതാണ്, അല്ലെ? ഇങ്ങനെയുള്ള താരങ്ങൾ നമുക്ക് പ്രചോദനമാണ്. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ തൻവി ശർമ്മയെ കൂടിയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് നോക്കി വെച്ചോളുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ PDF കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക്സേൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ, കറണ്ട് അഫെയർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ വീണ്ടും കാണാം. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.